മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി വകമാറ്റിയ കേസിൽ പരാതിക്കാരൻ ആർ എസ് ശശികുമാർ ഹൈക്കോടതിയിൽ ലോകായുക്ത ഉത്തരവ് നിയമവിരുദ്ധമെന്ന് ചൂണ്ടിക്കാട്ടി ഹർജി നൽകി. എസ് രാഗിനുണ്ട്. രാഗിൻ നേരത്തെ തന്നെ കോടതിയെ സമീപിക്കുമെന്ന് അറിയിച്ചതാണ്. ഇപ്പോൾ ഹർജിയുമായി എത്തുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ പറയുന്നുണ്ട്? മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നുള്ള ഫണ്ട് വിനിയോഗത്തിൽ ദുർവിനിയോഗം ചൂണ്ടിക്കാട്ടി ആർ എസ് ശശികുമാർ നേരത്തെ ലോകായുക്തയെ സമീപിച്ചിരുന്നു. അത് വിശദമായ വാദത്തിന് ശേഷം ഫുൾ ബെഞ്ചിന് വിട്ടു. പക്ഷേ ആ ഹർജി തള്ളുകയാണ് ഉണ്ടായത്. ഇത് ചോദ്യം ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ ആർ എസ് ശശികുമാർ ഹൈക്കോടതിയിൽ എത്തിയിരിക്കുന്നത്. ഇതിൽ പറയുന്നത് ലോകായുക്തയുടെ ആ ഉത്തരവ് അത് നിയമവിരുദ്ധമാണ്, അത് എല്ലാ കാര്യങ്ങളും പരിശോധിച്ചിട്ടില്ല, കൂടുതൽ കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട പരിശോധിക്കേണ്ടതായിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളാണ് ഈ ഹർജിയിൽ പ്രധാനമായും പറയുന്നത്. ഹർജി അടുത്ത ആഴ്ച ആദ്യം ഹൈക്കോടതി പരിഗണിക്കും. നേരത്തെ ലോകായുക്തയ്ക്ക് മുന്നിലെത്തിയപ്പോൾ ലോകായുക്ത പറഞ്ഞത് മന്ത്രിസഭ എടുത്ത തീരുമാനത്തിൽ കൈകടത്താനോ അല്ലെങ്കിൽ ആ പൊതുപണം എങ്ങനെ വിനിയോഗം ചെയ്യണമെന്ന കാര്യത്തിൽ മന്ത്രിസഭയ്ക്ക് തീരുമാനമെടുക്കാൻ അധികാരമുണ്ടെന്നാണ് പറഞ്ഞത്. മാത്രമല്ല അഴിമതി, ദുർവിനിയോഗം, അതോടൊപ്പം തന്നെ സ്വജനപക്ഷപാതം, ഇതിൽ കൃത്യമായിട്ടുള്ള തെളിവുകളോ മറ്റു കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല എന്ന കാര്യവും ചൂണ്ടിക്കാട്ടിയിരുന്നു. മാത്രമല്ല ഈ നടപടിക്രമങ്ങളിൽ ചില പിഴവുകൾ മാത്രമാണ് അതിൽ അന്ന് പറഞ്ഞിരുന്നത്. എന്തായാലും ഇതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇതിലൊരു അപ്പീൽ ഹർജി എന്ന നിലയിൽ ഹൈക്കോടതിയിൽ കാര്യങ്ങൾ വന്നിരിക്കുന്നത്. കോടതി ഇതിലെടുക്കുന്ന തീരുമാനം വളരെ സുപ്രധാനമാകും. മുഖ്യമന്ത്രിയെയും മറ്റു മന്ത്രിമാരെയും എതിർകക്ഷിയാക്കിയായിരുന്നു ആർ എസ് ശശികുമാർ ലോകായുക്തയെ അന്ന് സമീപിച്ചത്. അതേ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ഹൈക്കോടതിയിലും അപ്പീൽ ഹർജിയായി വന്നിരിക്കുന്നത്. വിവരങ്ങൾ നൽകിയത്.